ചെകുത്താൻ 22. ആ വീട്ടിൽ ആകെയൊരു മൂകത തളം കെട്ടി. സുജാതയും കുടുംബവും ഒപ്പം മാധവനും ഭാര്യയും കൂടി ഒരു മുറിയിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. വേണുചേട്ടൻ ഒരു പാവമാണ്, പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ആ പെൺകുട്ടിയെ വിമലയുടെ ബന്ധു എന്ന് പറഞ്ഞ് ദേവൻ ഇവിടെ നിർത്തിയപ്പോൾ ചേട്ടൻ കണ്ണുമടച്ചങ്ങ് വിശ്വസിച്ചത്. അതുമാത്രമാണോ, ആ പെൺകുട്ടിയോട് ചേട്ടൻ എന്തൊരു സ്നേഹമായിരുന്നു. ശരിക്കും അവൾ ആരാണ്? അവൾ കാരണമാണ് ശംഖുവിന് കാലൊടിഞ്ഞ് കിടക്കേണ്ടി വന്നതുപോലും. എന്നിട്ടും അവളെയും തലയിൽ എടുത്തു വെച്ചുകൊണ്ട് നടക്കുകയാണ് ഇവിടെ ഓരോരുത്തരും. സുജാതയ്ക്ക് എത്ര പറഞ്ഞിട്ടും കലി അടങ്ങുന്നില്ലായിരുന്നു. പക്ഷേ അവരുടെ ശബ്ദം മുറിക്ക് പുറത്തേക്ക് പോകുന്നില്ല എന്നവർ ഉറപ്പുവരുത്തി. കാരണം ഉള്ളിൽ ദേവനെ ഭയമുണ്ട്. എന്തായാലും എല്ലാത്തിനും ഒരു തീരുമാനമായല്ലോ. നാളെ സദ്യയും കഴിഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ ഇവിടുന്ന് ഇറങ്ങണം. മറ്റന്നാൾ ആ ചെറുക്കൻ വന്ന് ആ പെൺകുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞിട്ടേ ഇനി നമ്മളെല്ലാവരും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. സുജാത എല്ലാവരെയും നോക്കി പറഞ്ഞു. മറ്റുള്ളവർക്കും അത് സമ്മതമായിരുന്നു. ഈശ്വര, സമയം 6 മണിയായി. മോളെ അനഘേ, നീ വേഗം ചെന്ന് കുളിച്ച് വിളക്ക് കൊളുത്തിക്കേ, അവർ മകളോടായി പറഞ്ഞു. എനിക്കങ്ങ് വയ്യ കുളിക്കാനും വിളക്ക് കത്തിക്കാനും ഒന്നും, അവൾ മടിയോടെ പറഞ്ഞു. ഇടി മന്ദബുദ്ധി, നീ ഇപ്പോൾ ചെന്ന് വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ വേണിച്ചേട്ടൻ ആ പെണ്ണിനോട് പറയും, അവള് പോയി വിളക്ക് കത്തിക്കും. നിനക്ക് ഈ വീട്ടിൽ കയറി പറ്റണോ? ദേവനെ എന്തായാലും കിട്ടത്തില്ല. ഇനി ആ ശംഖുവിന്റെ ഭാര്യയായിട്ടെങ്കിലും ഈ വീട്ടിൽ കയറണ്ടേ നിനക്ക്? നീ ഒന്ന് ചിന്തിക്ക്. ഇത്രയും സ്വത്ത്, അതുമാത്രമോ? എന്റെ ചേട്ടനായാലും ശംഖുവായാലും പാവങ്ങളാണ്. നിനക്കിവിടെ ഒരു രാജ്ഞിയെപ്പോലെ ജീവിക്കാം. അതൊക്കെ നടക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. സുജാത ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അനഘ പോയി കുളച്ച് വിളക്ക് കൊളുത്തി. വൈകിട്ടോടെ മുറിയിൽ നിന്ന് താഴേക്കിറങ്ങിയ ദേവനും ഹരിയും തുളസിത്തറയിൽ വിളക്ക് വെക്കുന്ന അനഘയെ കണ്ടു. പക്ഷേ ആ കാഴ്ച കണ്ടപ്പോൾ ദേവന്റെ മുഖത്ത് വല്ലാത്ത ദേഷ്യം നിറഞ്ഞു. 8 മണിയോടുകൂടി വീർപ്പിച്ചു കെട്ടിയ മുഖത്തോടെയാണെങ്കിലും വിമല എല്ലാവർക്കുമുള്ള ആഹാരമെടുത്ത് ഹാളിൽ വെച്ചു. ശേഷം അവർ തന്റെ മുറിയിലേക്ക് പോയി. വിമലമ്മ ആകെ ക്ഷീണിച്ചു അല്ലേ? എനിക്കൊട്ടും വയ്യാത്തതുകൊണ്ടാ. അതുകൊണ്ട് അടുക്കളയിലേക്ക് വരഞ്ഞത്. നാളെ ഉറപ്പായും ഞാൻ കൂടാം. കരഞ്ഞു കരഞ്ഞ് തൊണ്ടടച്ച ശബ്ദത്തിൽ ലച്ചു വിമലയോട് പറഞ്ഞു. കരഞ്ഞു കരഞ്ഞ് ചുവന്നു പോയ ആ പെൺകുഞ്ഞിന്റെ മുഖം, അവളുടെ മുഖത്തെ നിർവികാര ഭാവം, അതെല്ലാം കണ്ട് വിമലയുടെ ഹൃദയം വേദനിച്ചു. എന്റെ മോള് വിഷമിക്കരുത്. ഞാൻ നാളെ അനിയത്തിയുടെ വീട്ടിലൊന്ന് പോകും. എനിക്ക് ആകെയുള്ളൊരു ബന്ധു അവളാണ്. അവൾക്ക് 2 പെൺമക്കളാണ്. 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. രണ്ടാമത്തെ കുട്ടിയെ കല്യാണം കഴിച്ചത് ആ നാട്ടിലെ പഞ്ചായത്തിലെ പ്രസിഡന്റാണ്. ഒരല്പം പിടിപാടുള്ള ആളാണ്. ഞാൻ നാളെ അവിടെ ചെന്ന് അവനെ ഒന്ന് കണ്ട് മോളുടെ കാര്യം പറയാം. എന്തായാലും മറ്റന്നാൾ ആ ചെകുത്താൻ ഇവിടെ വന്നാൽ എന്റെ കുഞ്ഞിനെ അവന്റെ ഒപ്പം വിടാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ വിമല ചെയ്തിരിക്കും. അയ്യോ, എന്റെ മോളൊന്നും കഴിച്ചില്ലല്ലോ. അവരെല്ലാവരും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി കാണും. നമുക്കെന്തെങ്കിലും കഴിക്കാം, വാ. അവർ ലച്ചുവിനെ വിളിച്ചു. വേണ്ട ചേച്ചി, എനിക്കൊന്നും വേണ്ട. എനിക്ക് കുറച്ചു നേരം ഒന്ന് കിടക്കണം, അവൾ പതിയെ പറഞ്ഞു. അതിനെന്താ, എന്റെ കുഞ്ഞു കിടന്നോ. പക്ഷെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പിന്നെ വന്ന് കിടന്നോ. വിമല അവളെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ നിർബന്ധം സഹിക്കാൻ കഴിയാതെ അവൾ വിമലയ്ക്കൊപ്പം ചെന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം ആഹാരം കഴിച്ച് അവരവരുടെ മുറിയിലേക്ക് പോയിരുന്നു. വിമല തന്നെ 2 പാത്രങ്ങളെടുത്ത് അവൾക്കും ലച്ചുവിനും ഉള്ളത് വിളമ്പി. എന്നാൽ ലച്ചുവിന് കഴിക്കാനേ പറ്റുന്നില്ലായിരുന്നു. 1-2 ഉരുള അവൾ കഷ്ടി കഴിച്ചു. പിന്നെ ചോറിൽ വെറുതെ വിരലിട്ടിളക്കിക്കൊണ്ടിരുന്നു. തീരെ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ മോൾ എഴുന്നേറ്റോ, ലച്ചുവിന്റെ അവസ്ഥ കണ്ട് വിമല പറഞ്ഞു. അത് കേട്ടതും അവൾ വേഗം പാത്രമെടുത്ത് അടുക്കളയിലേക്ക് ചെന്നു. അവിടെ സിങ്ക് നിറയെ കഴുകാനുള്ള പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു. ഒരറ്റത്ത് നിന്ന് പതിയെ കഴുകി തുടങ്ങി. എന്റെ മോളെ, നിനക്ക് വയ്യാത്തതല്ലേ, നീ പോയി കിടന്നോ, ഞാൻ ചെയ്തോളാം. ലച്ചുവിന്റെ അവസ്ഥ കണ്ട വിമല പറഞ്ഞുവെങ്കിലും അവൾ അത് കൂട്ടാക്കാതെ അവിടെ നിന്ന് ഓരോ പണികൾ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകൾ പെയ്ത് തോർന്നതേയില്ല. അവളുടെ മനസ്സിൽ ജഗന്റെ പേടിപ്പെടുത്തുന്ന മുഖം തെളിഞ്ഞു. തന്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം ആഘോഷിച്ച കഴിഞ്ഞ തിരുവോണത്തിന്റെ സന്തോഷം നിറയ്ക്കുന്ന ഓർമ്മകൾ, എല്ലാ ചിന്തകളും അവളിലേക്ക് നിറഞ്ഞു വന്നു. വല്ലാത്തൊരു നിർവികാരാവസ്ഥയിലേക്ക് ആ ചെറിയ പെൺകുട്ടിയെ ആ ഓർമ്മകൾ കൊണ്ടെത്തിച്ചു. ദേവനും ഹരിയും ഒരു മുറിയിലാണെന്ന് കിടന്നത്. ആഹാരം കഴിച്ച് തിരികെ മുറിയിലെത്തിയതും ദേവൻ CCTV സ്ക്രീൻ ഓണാക്കി. അവൻ അതിൽ തന്നെ കണ്ണുനട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞതും വിമലയ്ക്കൊപ്പം ഹാളിലേക്ക് ഭക്ഷണം കഴിക്കാനെ വരുന്ന ലച്ചുവിന്റെ മുഖം തെളിഞ്ഞു. അവൻ അവളെ തന്നെ നോക്കി നിന്നുപോയി. വല്ലാതെ വാടി തളർന്നു പോയിരിക്കുന്നു ആ പാവം പെണ്ണ്. ദേവാ, എന്താ നിന്റെ തീരുമാനം? അയാൾ വന്നാൽ ഈ പെണ്ണിനെ അയാൾക്കൊപ്പം വിടാനാണോ? ഹരി ചോദിച്ചു. വരട്ടെ, അവൻ വരട്ടെ. അവൻ എന്താണ് പറയാനുള്ളതെന്ന് നോക്കട്ടെ. അവന് മാത്രമല്ലല്ലോ, അവൾക്കും കാണില്ലേ പറയാൻ. എന്നിട്ട് തീരുമാനിക്കാം. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കുന്നില്ല. എന്റെ ചിന്ത മുഴുവൻ നാളെ ഈ വീട്ടിലേക്ക് വരുന്ന ശംഖുവിനെ പറ്റിയാണ്.
കുറച്ചു മാസങ്ങളായി അവൻ അനുഭവിച്ചു കൂട്ടിയ വേദന, അതിൽ നിന്നെല്ലാം അവൻ ആശ്വാസം കിട്ടണം. എനിക്കതാണ് പ്രധാനം. കൂടുതൽ പറയാൻ നിൽക്കാതെ ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണുന്ന ലച്ചുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയ ശേഷം അത് ഓഫ് ചെയ്ത് ദേവൻ കിടന്നു. ലച്ചുവിന് ആ രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. അവളുടെ മനസ്സ് നിറയെ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് മരിക്കാൻ സങ്കടമായിരുന്നു. കാരണം എന്നെയും അച്ഛനെയും ഒറ്റയ്ക്കാക്കി പോകുന്ന വേദന. അച്ഛനും അതുതന്നെ, ഞാൻ ഒറ്റയ്ക്കാവുന്നത്. എന്നാൽ എനിക്ക് മരിക്കാൻ പേടിയില്ല. ഞാനിന്ന് ഈ ലോകത്തെ ഏറ്റവും ആഗ്രഹിക്കുന്നത് മരണത്തെയാണ്. കാരണം എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് എത്താമല്ലോ. ജഗൻ വന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിനു മുൻപ് അച്ഛനും അമ്മയും വന്ന് എന്നെ കൊണ്ടുപോകണേ എന്ന് അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. തിരുവോണ ദിവസം അതിരാവിലെ 4 മണിക്ക് തന്നെ വിമല എഴുന്നേറ്റു. ശബ്ദം കേട്ട് ലച്ചുവും അവർക്കൊപ്പം എഴുന്നേറ്റു. കുളിക്കാതെ അവൾ അടുക്കളയിൽ കയറില്ല. അതുകൊണ്ട് തന്നെ 4 മണി സമയത്തും അവൾ കുളിച്ചു. പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് പച്ചക്കറികളെല്ലാം അവൾ അരിഞ്ഞു തുടങ്ങി. അവളുടെ മുഖത്തെ നിർവികാരത അത് വിമലയെ വല്ലാതെ വേദനിപ്പിച്ചു. എന്റെ മോള് വിഷമിക്കരുത് മോളെ, എന്തായാലും ഈ വിമല ആ ചെകുത്താന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കും. ലച്ചുവിനെ ആശ്വസിപ്പിക്കാനായി അവളോട് പറഞ്ഞു. അയ്യോ, തിരുവോണമായിട്ട് വിളക്ക് കൊളുത്തിയില്ലല്ലോ മോളെ. സാധാരണ മുറ്റമടിച്ച് കുളി കഴിഞ്ഞ മോൾ ചെയ്യുന്നതാണ്. തിരുവോണത്തിന് മുറ്റമടിക്കാൻ പാടില്ല. അതുമല്ല, എന്റെ മോള് രാവിലെ കുളിക്കുകയും ചെയ്തില്ലേ. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്, അടുക്കളയിലൊക്കെ കയറി ആകെ വിയർത്തതല്ലേ, വേഗം ചെന്ന് ഒന്ന് മേല് കഴുകി വിളക്ക് കൊളുത്ത്. അവൾക്കും പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കണമെന്ന് വല്ലാതെ ആഗ്രഹമുണ്ടായിരുന്നു, മനസ്സൊന്ന് ശാന്തമാക്കാൻ. അതുകൊണ്ട് തന്നെ വിമല പറഞ്ഞതും വേഗം അവൾ ഒന്നുകൂടി കുളിച്ചു. പൂജാമുറിയിൽ കയറി കിണ്ടിയിൽ വെച്ചിരുന്ന വെള്ളവുമായി പുറത്തേക്ക് നടന്നു. കഴുകി വെള്ളം നിറച്ച് പൂജാമുറിയിലേക്ക് കടക്കാൻ തുടങ്ങിയതും പിന്നിൽ നിന്നുള്ള ഒരു അലർച്ച കേട്ട് അവൾ ഞെട്ടി. നിക്കടി അസത്തെ അവിടെ! ആരോട് ചോദിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം ഇവിടുത്തെ പൂജാമുറിയിൽ നീ വിളക്ക് വെക്കാൻ ഒരുങ്ങുന്നത്? നീ ആരാ? ഇവിടുത്തെ മരുമകളോ? എന്റെ വേണിച്ചേട്ടനെയും ശങ്കുവിനെയും പറഞ്ഞു പറ്റിച്ച് നീ ഒറ്റ ഒരുത്തി കാരണം കഴിഞ്ഞ 6 മാസമായി എന്റെ കുഞ്ഞനുഭവിച്ച വേദനയ്ക്ക് കണക്കില്ലടി. എന്നിട്ടിപ്പോൾ അവൾ വലിയ കാര്യത്തിൽ പൂജാമുറിയിൽ വിളക്ക് വെക്കാനായി വന്നിരിക്കുന്നു. സുജാതയുടെ ഉച്ചത്തിലുള്ള സംഭാഷണം ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി, കൈകൾ വിറച്ചു. അവരുടെ അലർച്ച കേട്ടതും വിമല ഒറ്റ ഓട്ടത്തിന് അവിടെ എത്തി. അവർ ദേഷ്യത്തിൽ തന്നെ വന്ന് ലച്ചുവിന്റെ കയ്യിൽ നിന്ന് കിണ്ടിയും വെള്ളവും വാങ്ങി നിലത്തേക്ക് വെച്ചു. അതെ, ഇന്ന് തിരുവോണമാണ്, നല്ലൊരു ദിവസമാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെക്കാൻ നിങ്ങൾക്കാർക്കും തോന്നിയില്ലല്ലോ. ഇപ്പോൾ പോലും നിങ്ങൾ കുളിച്ചിട്ടില്ല. എന്നിട്ട് ആ പെൺകൊച്ച് അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് തടഞ്ഞേക്കുന്നു. വാ മോളെ, നീ ഇവിടെ വിളക്ക് വെക്കണ്ട. അല്ലെങ്കിലും എന്റെ മോളുടെ മനസ്സ് അത് ശുദ്ധമാണ്. നീ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കൂടി നിന്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും. പക്ഷെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ലക്ഷാർച്ചന നടത്തിയാൽ പോലും നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കില്ല. അവരെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ലച്ചുവിന്റെ കൈയും പിടിച്ച് വിമല അടുക്കളയിലേക്ക് പോയി. വിമലയ്ക്ക് ആകെ സങ്കടമായി. അവർ പറഞ്ഞിട്ടാണ് ലച്ചു വിളക്ക് വെക്കാൻ പോയതുപോലും. കുറച്ചുനേരം വിമല ഒന്നും ചെയ്യാതെ, ഒന്നും മിണ്ടാതെയിരുന്നു. പിന്നെ പതിയെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ എടുത്ത് ലച്ചുവിന് നീട്ടി. എന്റെ മോളി, ചായ കുടിക്ക്. ഇന്നലെ രാത്രി പോലും ഒന്നും കഴിച്ചിട്ടില്ല. വിമലയുടെ സ്നേഹം, തന്നോടുള്ള കരുതൽ എല്ലാം കണ്ട് ലച്ചുവിന്റെ മനസ്സ് നിറഞ്ഞു. അവൾ വിമലയുടെ കയ്യിൽ നിന്ന് ചായ മേടിച്ചു കുടിച്ചു. മോളെ, നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കണം. എനിക്ക് ഉച്ചയൂണിന് മുമ്പ് തന്നെ ഇവിടെ നിറക്കണം. ഇന്ന് തന്നെ അവിടെ ചെന്ന് നിന്റെ കാര്യം പറഞ്ഞൊരു തീരുമാനമെടുക്കണം. രാത്രിക്ക് മുന്നേ ഞാൻ തിരിച്ചു വരും. വിമലയും ലച്ചുവും പെട്ടെന്ന് തന്നെ ഓരോരോ പണികളായി ഒതുക്കാൻ തുടങ്ങി. 8 മണിയോടെ എല്ലാവർക്കുമുള്ള പ്രാതൽ റെഡിയായി. പക്ഷെ ഇത്തവണ വിമലയ്ക്ക് ആഹാരമെടുത്ത് ഹാളിലേക്ക് കൊണ്ടുവരേണ്ടി വന്നില്ല. ആ ജോലി സുജാതയും മക്കളും ചെയ്തു. അതുപോലെ തന്നെ ആഹാരം കഴിച്ച ശേഷം പാത്രങ്ങളെല്ലാം അടുക്കളയിലേക്ക് സിങ്കിൽ കൊണ്ടുവന്ന് അവരിടുകയും ചെയ്തു. തിരുവോണമായതുകൊണ്ടായിരിക്കും തള്ളയും മക്കളുമെല്ലാം രാവിലെ കുളിച്ചിട്ടാണ് കഴിക്കാനായിരുന്നത്. ലച്ചു വേഗം തന്നെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി. അവളുടെ മനസ്സിൽ ജഗൻ എന്ന ഭയമുണ്ടെങ്കിൽ പോലും അതിനു മുകളിലായി ഒരു വിശ്വാസവും നിറയുന്നുണ്ട്. അച്ഛനും അമ്മയും തന്നെ വന്ന് കൊണ്ടുപോകും എന്ന വിശ്വാസം. മോളെ, സമയം 9 മണിയായി. നീ ആ പാത്രമെല്ലാം അവിടെ വെച്ചിട്ട് എന്തെങ്കിലും വന്നെടുത്ത് കഴിച്ചേ. ഇന്നലെ രാത്രി മുതൽ പട്ടിണിയാണ്, വിമല ലച്ചുവിനോട് പറഞ്ഞു. അവൾക്കും വിശക്കുന്നുണ്ടായിരുന്നു. ഒരു പാത്രമെടുത്ത് അതിലേക്ക് 2 ഇഡലി എടുത്തു വെച്ചു. സാമ്പാർ ഒഴിക്കാൻ തുടങ്ങുമ്പോഴാണ് സുജാത അങ്ങോട്ട് വന്നത്. എടി പെണ്ണെ, നീ ആ കെട്ടിൻകരയിലേക്കൊന്ന് വന്നേ പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് നടന്നു. കയ്യിലെ പാത്രം താഴെ വെച്ച് ഒരടപ്പെടുത്ത് അടച്ചതിന് ശേഷം ലച്ചുവും അവർക്കൊപ്പം പോകാനായി തിരിഞ്ഞു. മോളെ, നീ കഴിക്കാനായി എടുത്തതല്ലേ, അത് കഴിച്ചിട്ട് പോവും, വിമല പറഞ്ഞു. വേണ്ടമ്മ, ഞാനിപ്പോൾ കഴിക്കാനിരുന്നാൽ ഒരുപാട് സമയമെടുക്കും. ആദ്യം അങ്ങോട്ട് ചെല്ലട്ടെ, എന്തെങ്കിലും ജോലി കാണും. അതും കൂടി കഴിഞ്ഞു വന്നിട്ട് കഴിക്കാം. അവൾ അങ്ങോട്ടേക്ക് ചെന്നു.
തലേദിവസം അവർ വന്നപ്പോൾ ഉപയോഗിച്ച വസ്ത്രവും രാത്രി കുളിച്ചതിനു ശേഷം അഴിച്ചിട്ട വസ്ത്രവും ബെഡ്ഷീറ്റും അങ്ങനെ എല്ലാം കൂടി ഒരു കൂന തുണി അവർ പൈപ്പിൻ ചുവട്ടിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം കഴുകി വിരിച്ചിടണം. പിന്നെ കൈകൊണ്ട് കഴുകിയാൽ മതി. വില കൂടിയ വസ്ത്രങ്ങളാണ്, മെഷീനിലിട്ടാൽ ചീത്തയാകും. പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് പോയി. ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അത് സുജാത അവളെ ഏൽപ്പിച്ച പണിയോർത്തല്ല, മറിച്ച് കഴിഞ്ഞ തിരുവോണ നാളുകളിൽ അച്ഛനും അമ്മയുമൊത്ത് അവൾ ചെലവിട്ട സുന്ദര നിമിഷങ്ങളെ ഓർത്ത്. ശരീരത്തിന് ക്ഷീണം തോന്നുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു വാശി അവളുടെ മനസ്സിൽ നിറഞ്ഞു. പൈപ്പ് തുറക്കാതെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിത്തന്നെ ആ തുണികൾ മുഴുവൻ അവൾ കഴുകി. ശരീരം ഇടയ്ക്കിടെ തളരുന്ന പോലെ അവൾക്ക് തോന്നി. ഒടുവിൽ തുണികളെല്ലാം കഴുകി പിഴിഞ്ഞു വെച്ചപ്പോഴേക്കും അവൾ വല്ലാതെ തളർന്നു. വിശപ്പും ദാഹവും അവളെ വല്ലാതെ തളർത്തി. കുറച്ചുനേരം കൈ വയറ്റിൽ അമർത്തിപ്പിടിച്ച് അവിടെയുള്ള ഒരു കല്ലിൽ ചെന്ന് ആ പെൺകുട്ടിയിരുന്നു. പിന്നെ വന്ന് ഒരു തൊട്ടി വെള്ളം കിണറ്റിൽ നിന്ന് കോരി കിണറ്റിന്റെ തിട്ടയിലേക്ക് തൊട്ടിവെച്ച് പതിയെ ചരിച്ചു പിടിച്ച് ആ വെള്ളം അവൾ കുടിച്ചു. പിന്നെ പതിയെ തുണികളെല്ലാം അവൾ കുടഞ്ഞു വിരിച്ചു. അപ്പോഴേക്കും സമയം ഏതാണ്ട് 11:30 അടുപ്പിച്ചായി. വിമല തിരക്കിട്ട പണിയിലാണ്. അടുക്കളയിൽ അവരെ സഹായിക്കാനായി ആരുമില്ല. എത്രയും വേഗം പണികൾ ഒതുക്കിയിട്ട് വേണം അവർക്ക് അനിയത്തിയുടെ അടുത്തേക്ക് പോകാൻ, ലച്ചുവിന്റെ കാര്യം സംസാരിക്കാൻ. ലച്ചു അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ വിമല പായസത്തിന്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മോളെ, ഈ പായസം ഒന്ന് ഇളക്കാമോ? ഞാൻ അപ്പോഴേക്കും എല്ലാം ഒന്നുകൂടി ഒതുക്കി കടുകും താളിച്ചെടുത്ത് ഹാളിലേക്ക് വെക്കട്ടെ, അവർ ലച്ചുവിനോടായി പറഞ്ഞുകൊണ്ട് അവസാന പണികളിലേക്ക് കടന്നു. 12 മണിയോടുകൂടി എല്ലാം അവസാനിപ്പിച്ച് വിമല മുറിയിലേക്ക് ഓടി. വേഗം ഒരുങ്ങിയിറങ്ങി. ആദ്യം അവർ ലച്ചുവിന്റെ അടുത്തേക്ക് ചെന്നു. മോളെ, ഞാൻ പോയിട്ട് നിന്റെ കാര്യം സംസാരിച്ചെല്ലാം ശരിയാക്കാം. ഇന്ന് വൈകുന്നേരം ഞാൻ മടങ്ങി വരുമ്പോൾ എന്റെ മോളെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വിമല ചെയ്തിരിക്കും. പിന്നെ ഇതുവരെയായിട്ട് നീ ഒന്നും കഴിച്ചിട്ടില്ല. പാത്രത്തിൽ നീ എടുത്തു വെച്ച ഇഡലി ഇരിപ്പുണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരി സാമ്പാറും കൂടെ ഒഴിച്ച് വേഗം അത് കഴിക്കുക. പറഞ്ഞുകൊണ്ട് അവർ വേഗം വേണുവിന്റെ അടുത്തേക്ക് ചെന്നു. സാറേ, എനിക്കൊന്ന് അനിയത്തിയുടെ വീട് വരെ പോണം. എല്ലാ ഓണവും നിങ്ങൾക്കൊപ്പം ഇവിടെയല്ലേ കൂടാറ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അവളുടെ ഒപ്പം ഇരുന്ന് ഓണം ഉണ്ണണം. ഞാനിന്ന് വൈകിട്ട് തന്നെ തിരിച്ചു വരും. എല്ലാം അടുക്കളയിൽ ശരിയാക്കി വച്ചിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം വരുമ്പോൾ ശംഖുവിനെ കണ്ടോളാം. അപ്പോഴേക്കും സമയം വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ലച്ചുവിനെ കാണാൻ നിൽക്കാതെ വിമല വേഗം തന്നെ തന്റെ പേഴ്സും എടുത്ത് അവിടെ നിന്നിറങ്ങി. വിമല കൂടി പോയതോടെ ലച്ചുവിന് വല്ലാത്ത സങ്കടം തോന്നി. പെട്ടെന്ന് പുറത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടു. മോനെ ശംഖു, അപ്പച്ചിയുടെ കുഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് സുജാത ഉറക്കെ വിളിച്ച് കാറിന്റെ അടുത്തേക്ക് ഓടുന്നത് അവൾ കണ്ടു. ദേവൻ പോയി ശംഖുവിനെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ശംഖുവിനെ ഒന്ന് കാണാൻ അവൾക്ക് വല്ലാത്ത ആഗ്രഹം തോന്നി. ആരും കാണാതെ അടുക്കള വശത്തുകൂടി ഇറങ്ങി മുറ്റത്തേക്ക് നോക്കി. ദേവന്റെ തോളിൽ കൈയിട്ട് ചെറുതായി മുടന്തിക്കൊണ്ട് കയറുന്ന അവനെ കണ്ടതും അവളുടെ നെഞ്ചു വിങ്ങി. താൻ കാരണമാണ് അവനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായതെന്ന് ഓർത്തതും അവളുടെ കണ്ണുകൾ പെയ്തു. ഉള്ളിൽ നിന്ന് ആർത്തലച്ചു വന്ന കരച്ചിൽ അവൾ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് തിരിച്ച് അടുക്കളയിലേക്ക് ഓടി. അടുക്കളയിൽ ചെന്ന് മൂലയ്ക്കായിരുന്നവൾ പൊട്ടിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞതും തന്റെ മുന്നിൽ ആരോ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ പതിയെ തല ഉയർത്തി നോക്കി. തുടരും. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.